മക്കളെ, നിങ്ങളെല്ലാവരും ഈ ഒരു ആംബുലൻസ് പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളെ ചാലിയാർ പുഴയിൽ നിന്നും ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയത് വയനാട് അവരുടെ നാട്ടിലേക്ക്, അവരുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ്. വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നത്. എന്തായാലും ആ ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി ഓരോ ഫാത്തിഹ ഓതാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ്. അതിൽ മരിച്ചുപോയ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടി പടച്ച റബ്ബ് അനുഗ്രഹം കൊടുക്കട്ടെ, സ്വർഗം നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഒരു ന്യൂസിൽ കാണാനിടയായ ഒരു ചെറുതായിട്ടുള്ള ഒരു മാറ്റർ കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോയ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന ഒരു കുട്ടീനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അവൾ 2 ദിവസം മുന്നേ കോഴിക്കോട് വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് പോയ ഒരു കുട്ടിയാണ്. അവളും അവളുടെ ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് ആകെ 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അവൾ പ്രഗ്നൻറ്റും കൂടിയാണ്. അങ്ങനെ ഈ ഒരു ദുരന്തത്തിന് 2 ദിവസം മുന്നേ അവളെ വീട്ടിൽ നിന്നും പ്രിയങ്ക അച്ഛനോടും അമ്മയോടും ബന്ധുക്കാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞു പോയത് ഒടുവിൽ ഈ ഒരു വൻ ദുരന്തത്തിലായിരുന്നു. വയനാട് ഉരുൾപൊട്ടിയ ദുരന്തത്തിൽ കോഴിക്കോട് നിന്ന് ആ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന കുട്ടി പിന്നീട് മരിച്ചു പോയതാണ് അവർക്കറിയാൻ കഴിഞ്ഞത്. അവരുടെ കുടുംബത്തിൽ 7 ആളുകളുണ്ട് എന്നുള്ളതാണ്, ഭർത്താവ് അടക്കം. പക്ഷേ ഭർത്താവിനെ വീട്ടുകാരെ ആരും കിട്ടിയിട്ടില്ല. പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു മോളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വെറും 25 വയസ്സ് മാത്രമേ ആ ഒരു മോൾക്ക് പ്രായമുള്ളൂ. അതിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് അവിടെ നമ്മൾ പ്രായമോ അല്ലെങ്കിൽ അവരുടെ ഭംഗിയോ അവരുടെ സ്വത്തോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. അവരുടെ ഓരോരുത്തരുടെ ജീവന് ഒന്നുമില്ലാതെ പോയി ഒരവസ്ഥ വളരെയധികം ദയനീയമാണ് അല്ലേ. എന്താ ചെയ്യുക, പടച്ച റബ്ബ് ഓരോരുത്തർക്ക് ഓരോ വിധി വിധിച്ചിട്ടുണ്ടാവും. അത് അവർക്കുള്ളത് അങ്ങനെയായി മൊത്തത്തിൽ. എന്തായാലും അവരുടെ ആ ഒരു കുടുംബത്തിൽ 7 ആളുകളുണ്ടായിരുന്നു. അതിൽ ഒരാൾ വിദേശത്തായിരുന്നു. അവിടെ ആയതുകൊണ്ട് അവന് ഈ ഒരു ഇതിൽ പെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആയിട്ട്, ഭർത്താവടക്കം ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമേ ആ ഒരു കുട്ടീൻ്റെതായിട്ടുള്ളൂ. അവൾ ബാങ്കിൽ ജോലി ചെയ്ത് വരുന്നൊരു കുട്ടിയും കൂടിയാണ് കേട്ടോ. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛന് ഈ വേസ്റ്റ് ആക്രി കച്ചവടം ചെയ്യുന്നൊരു അച്ഛനാണ്. പക്ഷേ അച്ഛനെ സഹായിക്കാൻ വേണ്ടി, അവളുടെ പഠനത്തിന് വേണ്ടി അന്ന് തന്നെ സ്വന്തം കാലിൽ ഉറച്ച് നിൽക്കണം, ഒരു ജോലി നേടണം എന്ന് ആഗ്രഹിച്ചൊരു കുട്ടി, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു കുട്ടി, നല്ലൊരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്താ ചെയ്യുക, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നതൊക്കെ. അങ്ങനെ ഒരു പൊടിക്കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ഒരു മോളാണ് 2-ാം ദിവസം ബോഡിയായിട്ട് കിട്ടിയത്. ഇത്രമാത്രം സങ്കടമല്ലേ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ. ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സങ്കടം തന്നെയാണ്. ഏത് ന്യൂസ് കാണണം, എങ്ങനെ ന്യൂസ് കാണണം, പല ആളുകൾക്കും പല കഥകളാണ് പറയാനുള്ളത്. കുട്ടികൾ ഒലിച്ചു പോകുന്നു, അച്ഛനമ്മമാർ പോകുന്നു, ഭർത്താവ് പോകുന്നു, മക്കൾ പോകുന്നു, വീടില്ല, എനിക്ക് പറമ്പില്ല, സ്വത്തില്ല, അച്ഛല്ല, ഉമ്മല്ല, വാപ്പല്ല, എല്ലാം പോയി. ഞങ്ങൾ മാത്രം എന്തിനാണ് ബാക്കി വെച്ചത്, ഞങ്ങളും കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നില്ലേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണം തരുന്നത്, ഇനി ഞങ്ങൾ ആ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് പല ആളുകളും പല രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാതും. എന്തായാലും അവൾ പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു 25 വയസ്സുള്ള ആ ഒരു പ്രിയങ്ക വയറ്റിലൊരു കുരുന്നു ജീവനുമായി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയി ജീവിതത്തിലേക്ക് തിരിച്ചു വരും മുമ്പേ ഒറ്റൊരു നിമിഷത്തിൽ എല്ലാം പൊലിഞ്ഞു പോയി.
നമുക്കെല്ലാവർക്കും വേണ്ടി അവർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. നമുക്കത്രേ പറ്റുള്ളൂ. നമ്മളാൽ കഴിയുന്നത് നമ്മളൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരുപാട് വിഷമമുണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനൊക്കെ. ഒരുപാട് എന്താ പറയുക, എങ്ങനെ പറയുക ഒന്നും അറിയണില്ല. എന്തായാലും പടച്ച റബ്ബ് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്.